നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ക്രാഫ്റ്റ് ആയിരുന്നു ചെയ്തത്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. കുറേ പേര് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്, A4 സൈസ്. ഇത് നമുക്ക് ഒരു സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നന്നായി നല്ല സൈഡൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഫോൾഡ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും പേപ്പർ. അതിനുശേഷം ഇത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. കറക്റ്റാക്കി ആ തുമ്പ് ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തതായിരുന്നു. ചെറിയ കുട്ടികളാണ്, KG തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു മക്കളാണ്. പക്ഷേ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ഫോട്ടോസ് എനിക്ക് അയച്ചു തരാറുണ്ട് അവർ ഇത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ സൈഡ് ഒരു ഭാഗം മാത്രം വെച്ചിട്ട് ഈ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അതായത് നമ്മൾ നടുക്ക് ഫോൾഡ് ചെയ്തിട്ടില്ലേ, അതിന് ആ ലൈനിന് കറക്റ്റാക്കിയിട്ട് ആ താഴ്ഭാഗം പകുതി ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ വെച്ചിട്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. പേപ്പർ കീറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ 2 ഭാഗവും ഫോൾഡ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്ത് കഴിയും. ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന ഈ 2 ഭാഗം ഫോൾഡ് ചെയ്യുന്ന കുറച്ച് സമയം ഇതിന് ആവശ്യമുള്ളൂ. വേഗത്തിൽ ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ആ നടുഭാഗം ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇത് കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ചെവി പോലെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗമല്ലേ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. ആ ഭാഗത്ത് ആക്കി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊന്ന് അങ്ങനെ റൗണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു ഭംഗി. എന്നിട്ട് വേറൊരു കളറ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ ഒരു റൗണ്ട് ഷേപ്പ് സ്കെച്ച് കൊണ്ട് വരയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മൂക്കിൻ്റെ സ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗമ്മ് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിന് കണ്ണ് വേണം അല്ലേ. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് സ്കെച്ച് കൊണ്ട് നമ്മൾ വരച്ചു കൊടുക്കുക. പിന്നെ ചെവിയുടെ ഭാഗത്ത് നമുക്ക് വെറുതെ ഒരു ഡിസൈൻ പോലെ എന്തെങ്കിലും കൊടുക്കാം. അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ സ്കെച്ച് കൊണ്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ച് തന്നെയാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ സ്കെച്ച് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലേ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.